കൽപ്പാത്തിയിലേക്ക് പോവുകയാണ്. അവിടെ ദേവരഥ സംഗമത്തിനുള്ള സമയമാകുന്നു. വിനിഷയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. വിനിഷ, എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ദേവരഥ സംഗമത്തിന്റെ മനോഹരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് കൽപ്പാത്തി ഗ്രാമവീഥി കടന്നു പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രണ്ട് തേരുകൾ പരസ്പരം ഒരുമിച്ച് കടന്നു പോകുന്ന അഗ്രഹാരം പരസ്പരം തേരുകൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ദേവരഥ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഉപാസനാമൂർത്തികളെ രഥത്തിൽ ആരോഹിച്ച രണ്ട് തേരുകളാണ് പരസ്പരം കണ്ടുമുട്ടുന്നത്. ഇത്തരത്തിൽ രണ്ട് ദേവന്മാർ പരസ്പരം കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് ദേവന്മാരുടെ രഥത്തിന്റെ സംഗമം. അതാണ് ദേവരഥോത്സവം, ദേവരഥ സംഗമം എന്നുള്ള വാക്കുകൾ കൊണ്ട് അനർത്ഥമാക്കുന്നത്. അത്തരത്തിൽ ഒരു രഥത്തെ കടന്ന് മറ്റൊരു രഥം കടന്നു പോകുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലാണ് പ്രദക്ഷിണ വഴികളിലേക്ക് ഓരോ രഥവും ഭക്തരെ കാണാനായി അഗ്രഹാര വീതികളിലേക്ക് എത്തിയത്. ഈ ഓരോ ദിവസങ്ങളിലും പരസ്പരം ഈ തേരുകൾ കണ്ടുമുട്ടുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. കണ്ടുമുട്ടുന്നത് ഈ ഒരു സമയത്താണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ കൽപ്പാത്തിയുടെ അഗ്രഹാര വീതിയിൽ ഇപ്പോൾ രണ്ട് തേരുകൾ പരസ്പരം കണ്ടുമുട്ടിയതുപോലെ തേരുമുട്ടിയിൽ വെച്ച പരസ്പരം കണ്ടുമുട്ടിയതാണ് ഈ ദേവരഥ സംഗമം എന്ന് പറയുന്നത്. ഈ ഒരു കാഴ്ചയുടെ നിർവൃതി അടയാൻ വേണ്ടി, കാഴ്ച കണ്ട് സായുധ്യം അടയാൻ വേണ്ടിയാണ് ഭക്തരും വിശ്വാസികളും ജനസഹസ്രങ്ങൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നത്. അത്രത്തോളം മനോഹരമാണ് ആ കാഴ്ച. അഗ്രഹാര വീതി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു റോഡാണ്. നമുക്കറിയാം, ഒരു മണലിട്ടാൽ പോലും താഴേക്ക് വീഴാത്ത അത്രത്തോളം ജനസഞ്ചയമായ ഈ അഗ്രഹാര വീതിയിലൂടെ രണ്ട് തേര് ഒരുമിച്ച് ഒരേ ദിശയിൽ കടന്നു പോകുന്നു. ആ രണ്ട് തേരുകൾ പരസ്പരം കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് ദേവരഥ സംഗമം. ഈ ദേവരഥ സംഗമം 6 തേരുകളാണ് പ്രദക്ഷിണ വഴികളിലുള്ളത്. ഈ അഗ്രഹാര വീതികളുടെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഉപാസനാമൂർത്തികളെ ഏറ്റിക്കൊണ്ടുള്ള 6 രഥങ്ങളാണ് പ്രദക്ഷിണ വഴികളിലുള്ളത്. ഈ പരസ്പരം കണ്ടുമുട്ടാത്ത, ഈ ദിവസങ്ങളിലൊന്നും പ്രദക്ഷിണ വഴികളിൽ വെച്ച് കണ്ടുമുട്ടാത്ത ദേവരഥങ്ങൾ ഇന്ന് ഈ മുഹൂർത്തത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുമ്പോൾ കണ്ടുമുട്ടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. അതാണ് ദേവരഥ സംഗമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേവരഥ സംഗമത്തിന്റെ സമയമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് മന്ദങ്കര ഗണപതി കോവിലിലേക്ക് പോയ പ്രധാന ഉപാസനാമൂർത്തിയായ വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമിയും മന്ദങ്കര ഗണപതിയും കണ്ടുമുട്ടിയിരിക്കുന്നു. ആ കണ്ടുമുട്ടിയ മുഹൂർത്തത്തിലൂടെയാണ് അല്പസമയം മുൻപ് നമ്മൾ കടന്നു പോയത്. ഈ അസ്തമയ സൂര്യനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് വർണ്ണാഭമായി അലങ്കരിച്ച തേര്, ആ തേരുകൾ പരസ്പരം കണ്ടുമുട്ടി. അതാണ് ദേവരഥ സംഗമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ തേരുകളും പരസ്പരം ഈ പ്രദക്ഷിണ വഴികളിൽ വെച്ചോ തേരുകുട്ടിയിൽ വെച്ച് കണ്ടുമുട്ടാൻ പോവുകയാണ്. പ്രധാന ക്ഷേത്രത്തിന്റെ കവാടമായി ക്ഷേത്രാങ്കണത്തിൽ വെച്ചിട്ടാണ് ഈ തേരുകൾ പരസ്പരം കണ്ടുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തേരുകളെല്ലാം തന്നെ ഒരുമിച്ച് ഒരേ ഫ്രെയിമിലേക്ക് എത്തുമ്പോഴാണ് അതിന്റെ മനോഹാരിത, ആ ഒരു ചാരിതാർത്ഥത്തിന് പൂർണ്ണത നൽകുന്നത്. ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ്, 365 ദിവസം നീണ്ട കാത്തിരിപ്പാണ് ഓരോ കൽപ്പാത്തിക്കാരനും ഈ കൽപ്പാത്തി രഥോത്സവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അത്രത്തോളം മനോഹരമായ കാഴ്ച ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് പകർത്തിവിട്ടാനായി അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പിന്റെ വിരാമമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കടന്നു പോകുന്നത്. രണ്ട് തേരുകൾ പരസ്പരം കണ്ടുമുട്ടിയിരിക്കുന്നു. പ്രധാന ക്ഷേത്രത്തിൽ നിന്നുള്ള തേരുകൾ മന്ദങ്കര ഗണപതി കോവിലിൽ നിന്നുള്ള തേര പ്രധാന ക്ഷേത്രത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രധാന ക്ഷേത്ര വഴിയിൽ രണ്ട് തേരുകൾ കാണാം. ഇത് പരസ്പരം കണ്ടുമുട്ടിയ തേരുകളാണ്. മറ്റു തേരുകളുടെ അടുത്തേക്കാണ് ഈ തേര് ജനസഹസ്രങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നത്. ഈ പ്രദക്ഷിണ വഴികളിലേക്ക് എത്തുന്ന തേരിനെ വലിക്കുക എന്നതാണ് കൽപ്പാത്തി രഥോത്സവത്തിന്റെ വിശ്വാസ ആചാരക്രമമായിട്ടുള്ള ഒരു പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ അമ്പലത്തിൽ അല്ലെങ്കിൽ ഉപാസനാമൂർത്തികൾ എവിടെയാണോ അവിടെ പോയി ഭക്തർ അവിടെ ദേവനെ ഉപാസിക്കുമ്പോൾ അല്ലെങ്കിൽ ദേവനെ ദർശനം നടത്തുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായുള്ള ദിവസങ്ങളിൽ ഉപാസനാമൂർത്തികൾ ദേവന്മാർ നേരിട്ട് ഭക്തരിലേക്ക് എത്തുന്നു, ഭക്തരുടെ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു, ഈ അഗ്രഹാര വീതികളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് കൽപ്പാത്തി രഥോത്സവത്തെ മറ്റെല്ലാ ഉത്സവങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. ഏത് രീതിയിലാണോ ഭഗവാനെ ആളുകൾ ചെന്ന് ഭഗവാന്റെ നടക്കൽ ചെന്ന് തൊട്ടുതൊഴുന്നത്, അതേ രീതിയിൽ ഭഗവാൻ ജനങ്ങളുടെ അടുത്തേക്ക്, വിശ്വാസികളുടെ അടുത്തേക്ക്, തന്റെ ഭക്തരുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. വിശാലാക്ഷി സമേതനായ വിശ്വനാഥമൂർത്തി, അത് കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ് ഇവിടെ കൽപ്പാത്തിക്കാർ കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രത്തെ ഉപാസിക്കുന്നതിനോടൊപ്പം അവർ പറഞ്ഞു വെക്കുന്നത്. അത്രത്തോളം പ്രാധാന്യമുണ്ട്. കാശിയെ കണക്കെ, ദക്ഷിണ കാശി എന്ന് പറയുന്നതിന് കണക്കെ
ഇവർ കൽപ്പാത്തി വിശ്വനാഥ സ്വാമിയെ ഉപാസിക്കുന്നു എന്നുള്ളതാണ്. കാശിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ ഈ ഹിന്ദു വിശ്വാസ പ്രകാരം അത്രത്തോളം വിശ്വാസ മൂർത്തിനെയാണ് വിശാലാക്ഷി സമേതനായ വിശ്വനാഥ മൂർത്തി എന്ന് പറയുന്നത്. ഏത് രീതിയിലാണോ കാശിയിൽ ഓരോ പൂജാക്രമങ്ങൾ, അതേ രീതിയിൽ തന്നെയാണ് ഈ വിശ്വനാഥ ക്ഷേത്രത്തിലെയും പൂജാക്രമങ്ങൾ. കാശിയിൽ പോയി കാശി വിശ്വനാഥനെ തൊഴേണ്ട, ഇവിടെ കൽപ്പാത്തിയിൽ വന്ന കൽപ്പാത്തി വിശ്വനാഥനെ തൊഴുതാൽ മതി എന്നാണ് വിശ്വാസപ്രമാണം. കാശിയിൽ പാതി കൽപ്പാത്തി, കാശിയുടെ പാതി പുണ്യം കൽപ്പാത്തിയിൽ വന്നാൽ ലഭിക്കും എന്നുള്ളതാണ് ആ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനം. ഭാരത പുഴയുടെ കൈവഴിയായ കൽപ്പാത്തി പുഴയുടെ ഓരത്താണ് ഈ വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ കുടികൊള്ളുന്നത്. കുടുംബസമേതമാണ് ഇവിടെ ഈ ഉപാസനാമൂർത്തി കുടികൊള്ളുന്നത്. അദ്ദേഹത്തിന്റെ പുത്രസങ്കല്പങ്ങളായ ഗണപതിയും സുബ്രഹ്മണ്യനും ഈ ക്ഷേത്രത്തിൽ ഉപാസനാമൂർത്തികളായി തീരുന്നു. ഒന്നാമത്തെ ദിവസം പ്രദക്ഷിണ വീതികളിലേക്ക് എത്തിയത് ഈ തേരുകളായിരുന്നു. പ്രധാന തേരായ ശിവനെയും പാർവതിയെയും വഹിച്ച, അതായത് വിശാലാക്ഷി സമേതനായ വിശ്വനാഥ സ്വാമിയെ വഹിച്ച പ്രധാന തേര്, ഒപ്പം മറ്റ് ഉപാസനാമൂർത്തികളായ പാർവതിയുടെയും ശിവന്റെയും മക്കളെന്ന ഹിന്ദു വിശ്വാസപ്രകാരം പ്രവർത്തിക്കുന്ന ഗണപതിയെ വഹിക്കുന്ന പേരും സുബ്രഹ്മണ്യനെ വഹിക്കുന്ന പേരുമായിരുന്നു ഒന്നാമത്തെ ദിവസം പ്രദക്ഷിണ വഴികളിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ദിവസമായ ഇന്നലെ മന്ദിര ഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള ഗണപതി വിഗ്രഹത്തെ വഹിച്ചുകൊണ്ടുള്ള പേരായിരുന്നു രണ്ടാമത്തെ ദിവസം പ്രദക്ഷിണ വഴികളിലേക്ക് എത്തിയത്. മൂന്നാമത്തെ ദിവസമായ ഇന്ന് പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാൾ, അത് ശ്രീകൃഷ്ണനാണ്, വിഷ്ണു സ്വരൂപത്തിലുള്ള ഉപാസനാമൂർത്തിയാണ്. ഹരനെ കാണാൻ എത്തുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആ ഉപാസനാമൂർത്തി ഒപ്പം ശാസ്തപുര പ്രസന്ന ഗണപതി കൽപ്പാത്തിയിൽ ദേവരഥ സംഗമം, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് വിനിഷ നൽകിക്കൊണ്ടിരുന്നത്.